അവിടെ തന്നെ നടന്നാൽ മതി. This is so amazing, guys. നല്ല എക്കോ ഉണ്ട്. I mean, we should appreciate their courage. അത് മതിയല്ല നമുക്ക്. ഗൈസ് അവിടെ കണ്ടോ ഒരു ലൈറ്റ്? ആ സ്റ്റെപ്പിലേ വരുന്നുണ്ട് ആൾക്കാർ. വാവ്, അതിൻ്റെ അകത്തൊക്കെ ഫുൾ ആൾക്കാരാണ് തോന്നുന്നു. ഇവിടെ ഒരു അപ്പാപ്പനും അമ്മാമ്മയും ഗെറ്റിംഗ് റെഡി ടു ഹൈക്ക് വിത്ത് ദെയർ ഹ്യൂജ് ടോർച്ച്. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാണ്, ശ്വാസമൊക്കെ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി അതുകൊണ്ട് അവരെ കൂടെ വലിയ വെളിച്ചമുണ്ട്. അപ്പോൾ അവരെ കൂടെ നടന്ന് നമുക്കത് മതിയല്ലോ. ഇങ്ങനെയുള്ള സമയത്ത് വി ഹാവ് ടു ബി വെരി സ്ട്രാറ്റജിക് ഗൈസ്. ദേ ആക്ച്വലി ഡോണ്ട് മൈൻഡ്. നമുക്ക് എൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഓൾസോ അവരുടെ വെട്ടമാണത്. നടന്നു ബ്രിജോൻ്റെ കയ്യിൽ ടോർച്ചില്ല, എനിക്ക് വിളിച്ചാൽ മതി. സൂക്ഷിച്ച സ്റ്റെപ്പ് വെച്ചാൽ മതി, ചെറിയ ചെറിയ സ്റ്റെപ്സ്. നല്ല സൈലൻസ് ആണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഇത് സുജിത് ഭക്തർ ഇടുന്ന മ്യൂസിക് ഇട്ട് എനിക്ക് പോകാൻ പറ്റും തോന്നുന്നു. പിടിച്ചോ, ഇവിടെ കാട്ടൊന്നുമില്ല. ഒക്കെ അവർ വരട്ടെ. ജാട നിൽക്ക്, അവരിവിടെ വന്നോട്ടെ. ചില സ്ഥലത്ത് കാട്ടുണ്ട് കേട്ടോ. ആരും സ്പീഡിലെത്തില്ല. കുറച്ച് പിടിച്ച് നടന്നു. കയ്യിൽ സാധനം ആയാലും കുഴപ്പമില്ല. ചെറിയൊരു കൺഫ്യൂഷൻ കഴിച്ചു. അങ്ങനെ ഗൈസ് ഞങ്ങളൊരു ഹാഫ് ആൻ അവർ കൂടെ നടന്നു. ഈ ഒരു എന്താ പറയുക, പിച്ച് ഡാർക്ക് എന്നൊക്കെ പറയാം. ആ ഒരു തീരെ വെട്ടമില്ലാത്ത വെളിച്ചവും വരാത്ത ഈ കേവിൻ്റെ ഇന്നർ സൈഡിലേക്കാണ് നമ്മൾ പോയത്. ആൻഡ് വി വർ കൈൻഡ് ഓഫ് സ്റ്റക്ക് ദേ. കാരണം ഏത് ഡയറക്ഷൻസിലേക്കാണ് പോകേണ്ടതെന്നും ആൻഡ് അതൊന്നും അറിയില്ലായിരുന്നു. ആൻഡ് ഇവിടെ വന്ന ആൾക്കാരുടെ ഒരു ട്രേസസ് പോലും ഇല്ലായിരുന്നു. എവിടെയാണ് ആൾക്കാർ ഉള്ളത് അതൊന്നും ആരെയും കാണാനും ഇല്ലായിരുന്നു. ആൻഡ് വി വർ ലിറ്റിൽ സ്കേർഡ്. ലിറ്റിലല്ല, നല്ലോണം പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും ഒന്ന് ആങ്കിൾ ട്വിസ്റ്റായി പോവുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. വി ജസ്റ്റ് കാൺ കം ബാക്ക് ബിക്കോസ് ഇവിടെ എല്ലാം സ്റ്റെയർസാണ്. വി ജസ്റ്റ് കാൺ ക്ലൈംബ് ദോസ് സ്റ്റെയർസ്. എന്താ പറയുക, അത്രയും കുറേ സ്റ്റെയർസും അതൊക്കെ ക്ലൈംബ് ചെയ്തിട്ട് വേണം പോകാനും. അപ്പം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറൊരു ആൾക്കാരും ഉണ്ടായിട്ടില്ല. സോ വി ജസ്റ്റ് തോട്ട് ലൈക്ക് കമ്മിങ് ബാക്ക് ഓർ നെക്സ്റ്റ് ടൈം വേറെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ചു. ആൻഡ് ഇങ്ങനെ ദൂരത്തുനിന്ന് പുറമേയുള്ള ഒരു വെളിച്ചമൊക്കെ ഒരു അറ്റത്തെത്തിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടെ കാണുന്നൊരു സൈൻ ബോർഡ് ഉണ്ട്, ഇനിയും എത്രയോ മീറ്റേഴ്സ് ഇങ്ങനെ കേവിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല. ആൻഡ് ഐ എം കൈൻഡ് ഓഫ് ക്ലോസ്ട്രോഫോബിക്. അങ്ങനത്തെ ചെറിയ സ്പേസിൽ കൂടെ ഒന്നും ഇങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് വി തോട്ട് ഓഫ് exploring it some other day. Hope you all enjoyed this video. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And do watch my next episode where we are heading to a hotel in Miri. Thank you for watching. Keep watching and stay tuned guys. Until then, bye bye.